കുറച്ചാഴ്ചകൾക്ക് മുൻപായിരുന്നു ബംഗാളി നടി ലൈംഗികാരോപണവുമായി രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയത്. ഇതിനുശേഷം കോഴിക്കോട് സ്വദേശിയായ യുവാവും രഞ്ജിത്തിനെതിരെ രംഗത്തെത്തി. അവസരം ചോദിച്ചെത്തി തന്നെ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവ് പരാതിയിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ കേരള പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. കോഴിക്കോട് കസബ പോലീസാണ് നേരത്തെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. അതേസമയം ശക്തമായ ഇടതുപക്ഷ അനുഭാവിയാണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ കലാ സാംസ്കാരിക മേഖലയുടെ തലപ്പത്തിരിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചതും. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ വന്നുവെങ്കിലും അന്വേഷിക്കുന്നത് പിണറായി സർക്കാരിന്റെ പോലീസ് ആയതുകൊണ്ട് അതൊന്നും തന്നെ തെളിയിക്കപ്പെട്ടില്ല എന്നും രഞ്ജിത്ത് പിന്നെയും അക്കാദമിയുടെ ചെയർമാനായി വാഴുമെന്നുമായിരുന്നു ഇദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ രഞ്ജിത്ത് ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നും ഇനി കേസ് അന്വേഷിക്കാൻ പോകുന്നത് പിണറായി സർക്കാരിന്റെ പോലീസ് അല്ല എന്നുമാണ് ഇദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത്. കേസ് ഇപ്പോൾ കോഴിക്കോട് പോലീസ് ബംഗളൂരു പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കാരണം സംഭവം നടന്നത് ബാംഗ്ലൂരിലായിരുന്നു. സംഭവം നടക്കുന്ന സ്ഥലമാണ് പരാതിക്ക് ആധാരമായി കാണുക. ഈ കാരണം കൊണ്ടാണ് കർണാടക പോലീസിന് ഈ കേസ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. രഞ്ജിത്ത് ഇപ്പോൾ ശരിക്കും പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. കാരണം കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണ് CPM. കേരളത്തിന് പുറത്തിവർക്ക് പുല്ലുവിലയാണ് എന്നാണ് CPM-നെ കുറിച്ച് അറിയാത്തവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ കഥ കഴിഞ്ഞു എന്നുമൊക്കെയാണ് രഞ്ജിത്ത് വിമർശകർ പറയുന്നത്. എങ്കിലും രഞ്ജിത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മാടപ്രാവാണ് എന്നും അദ്ദേഹത്തിനെ മനഃപൂർവ്വം ചില ആളുകൾ കുടുക്കിയതാണ് എന്നും ഈ നാട്ടിലെ ഒരു വിഭാഗം മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അതേസമയം മറ്റൊരു വിഭാഗം മതേതര വിശ്വാസികളാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യ വിഭാഗം മതേതര വിശ്വാസികൾ പറയുന്നത്. എന്തായാലും മതേതര വിശ്വാസികളിൽ തന്നെ മാടമ്പി വിഭാഗവും മട്ടാഞ്ചേരി വിഭാഗവും തമ്മിലുള്ള പരസ്യമായ വിഭാഗീയതയിലേക്കാണ് സാംസ്കാരിക കേരളം കടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.